ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന റബ്ബർ തോട്ടത്തിലാണ് കേട്ടോ. ഈ റബ്ബർ തോട്ടം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. ഈ ഒരു റബ്ബർ തോട്ടം 7 ഏക്കറോളം വരുന്ന തോട്ടം ഒരു ചെറുപ്പക്കാരൻ വെട്ടി മാറ്റി അവിടെ ഒരു സാമ്രാജ്യം പണിതിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ. അപ്പൊ വാ, പെട്ടെന്ന് തന്നെ വാ. ഇതാണ് ഞാൻ പറഞ്ഞ ആ സാമ്രാജ്യം. ഇവിടെയാണ് നമ്മളെ ആളെ തേടി വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് അത്ഭുതപ്പെടുത്താൻ പോവുകയാണ്. ഇതിനൊക്കെ പിന്നിൽ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ അവനെ നമ്മൾ തേടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ അതാ നമ്മള് തെരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആള് ഇത് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മള് കയ്യോടെ പിടികൂടിയിട്ടുണ്ട് കേട്ടോ ആളെ. അപ്പൊ പേരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. എന്തായിരുന്നു? എന്റെ പേര് സൽമാൻ. സൽമാൻ അല്ലേ? അപ്പൊ ഞങ്ങള് ഒരുപാട് കാഴ്ചകൾ ഇതിന്റെ ഉള്ളിൽ കണ്ടപ്പോ അത് ആളുകൾക്ക് കൂടി കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു സംരംഭത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം ശരിക്കും ഇതൊരു കൊറോണന്റെ സമയം മുതലാണ് ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ 4 ബ്രദേഴ്സാണ്. എനിക്ക് 2 മേലെ ഒരാൾ താഴായിട്ട് 4 ബ്രദേഴ്സിന്റെ ഒരു പ്ലാനിങ്ങിനോട് കൂടിയിട്ടാണ് ഇത് ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. ഒരു ഭാഗത്ത് ഫാം ടൂറിസം, ഒരു ഭാഗത്ത് റെസ്റ്റോറന്റ്. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് സെറ്റ് ചെയ്ത് അങ്ങനെയല്ല, ഒരു ഫാം ഹൗസ് രീതിയിലാണ് സെറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ ഒരു വർഷം ഫസ്റ്റിലാണ് ഈ ഒരു പ്ലാനിങ് വന്നത്. ഈ ഒരു ഹാളും അതേപോലെ തന്നെ റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഇതിലേക്ക് വന്നത്. ശരിക്കും എത്ര ഏക്കറിലാണ്? ഇത് ഏകദേശം 6 ഏക്കർ ഉണ്ടാവും. 6 ഏക്കറിലാണ് അല്ലെ? ഇതിന്റെ ഒക്കെ ചുക്കാൻ പിടിക്കുന്നത് എന്താ സൽമാൻ അല്ലെ? സൽമാനാണെന്ന് പറഞ്ഞല്ലോ. ഈ മൃഗങ്ങളോടൊക്കെ വല്ലാത്തൊരു ഇന്റിമസിയാണ്. അതേപോലെ തന്നെ പ്ലാന്റ്സ്, കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്? ഇവിടെ നമ്മൾ ഈ ഫാം ഹൗസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഒരു 10-100 അടുത്തോളം ഫ്രൂട്ട്സ് തൈകൾ ഉണ്ടാവും. ഇത് ഒറിജിനൽ അല്ല, സിമെന്റിലാണെങ്കിലും സിമെന്റിലാണ്, മറ്റേ ഒറിജിനൽ ആണ്. എല്ലാ സീസണിലും കായ്ച്ചുകൊണ്ടിരിക്കും ചക്ക. ഇതല്ലേ? ഇതെല്ലാ സീസണിലും കായ്ക്കണത്. ഇവിടെ നമ്മളൊരു പ്ലാന്റ്സിന്റെ ഏരിയ ആണോ? ഇത് കംപ്ലീറ്റ് ഒരു 10-70ഓളം പ്ലാന്റുകൾ ഉണ്ടാവും. ഏകദേശം എല്ലാവരും നല്ലൊരു ക്ലൈമറ്റിൽ ഇവിടെ എത്തിയപ്പോ എല്ലാം കായ്ച്ചു കിടക്കുന്ന, എല്ലാം കായ്ക്കുന്ന ഏകദേശം ഒരു 90% കായ്ച്ചു. ഇതിൽ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ? പലതരത്തില് ഒരു 70-80 അടുത്തോളം വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഉണ്ടാവും. 80 അടുത്തോളം. ഇവിടെ നമുക്കൊരു ഫുഡ് പാത്ത് ആയിട്ട് ഇത് ഡിസൈൻ ചെയ്ത് നമ്മളൊരു ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണിത്. അതുപോലെ തന്നെ ലാസ്റ്റ് കാണുന്നത് നമുക്കൊരു ബാർബിക്യൂ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം, ഒരു സൗകര്യമാണ്. ചെറിയ ക്യാമ്പുകൾ വരുമ്പോ അവർക്ക് ഇരിക്കാനുള്ള ഇതിൽ പലരും പല ഇത് ഒരു രക്ഷയില്ലട്ടോ. പലയിടത്തും പല സ്റ്റൈലിലാണ് ആൾക്കാർ ക്യാമ്പ് സംഘടിപ്പിക്കുക. പൂളിന്റെ ഡെക്കിലായിരിക്കും. എവിടെയാണോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അറേഞ്ച് ചെയ്താണ്. അപ്പൊ അവിടേക്ക് നമുക്ക് ചെറിയ വഴികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾക്ക് ഇവിടെ വിത്ത് പൂൾ ഇറക്കിയിട്ടാണോ നമ്മളിത് കൊടുക്കുക? അതെ, കംപ്ലീറ്റ്. അതായത് പ്രൈവറ്റ് പൂൾ തന്നെയാണ് അല്ലേ? ഈ കാണുന്ന ആക്ടിവിറ്റി വിത്ത് പൂൾ എല്ലാതും ആ ഒരു ഫാമിലിക്കുള്ളതാണ്. ആണല്ലേ? ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂമാണുള്ളത്.